കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 66ാമത്തെ ശ്ലോകം കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതിൽ നാരദൻ ജനകനോട് പറഞ്ഞു, ഈ അങ്ങയ്ക്കുണ്ടായിട്ടുള്ള ഈ പുത്രി ഉണ്ടല്ലോ, ഈ ഉഴവചാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ സീത മഹാലക്ഷ്മി തന്നെയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ ശ്രീരാമൻ, മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചിട്ടുണ്ട് ദശരഥൻ്റെ മകനായിട്ട്. ആ ശ്രീരാമന് മാത്രമേ നൽകാവൂ വിവാഹം ആയിട്ട് നൽകാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് നാരദ മഹർഷി പോവുകയും ചെയ്തു അല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തുക. ഇനി 6 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. 6ാമത്തെ ശ്ലോകത്തിലെ ഒരു വരിയേ ഉള്ളൂ. അങ്ങനെ ഒന്നിച്ച് ചെയ്തിട്ട് നമുക്ക് മുമ്പിലേക്ക് പോവാം. അപ്പോൾ 67. തദാരഭ്യ മയാ സീതാ വിഷ്ണോർലക്ഷ്മീർവിഭാവ്യതേ കഥം മയാ രാഘവായ ദീയതേ ജാനകീ ശുഭാ ഇതി ചിന്താ സമാവിഷ്ട കാര്യമേകമചിന്തയം മൽപിതാമഹഗേഹേതു ന്യാസഭൂതമിദം ധനു ഈശ്വരേണ പുരാക്ഷിപ്തം പുരദാഹാദനന്തരം ധനുരേ തൽപ്പണം കാര്യം ഇതി ചിന്ത്യ കൃതം തഥാ സീതാപാണിഗ്രഹാർത്ഥായ സർവേഷാം മാനനാശനം ത്വൽപ്രസാദാൻ മുനിശ്രേഷ്ഠ രാമോ രാജീവലോചന ആഗതോത്ര ധനുർദ്രഷ്ടും ഫലിതോ മേ മനോരഥ അദ്യ മേ സഫലം ജന്മ രാമസ്ത്വം സഹസീതയാ ഏകാസനസ്ഥം പശ്യാമി ഭ്രാജമാനം രവിം യഥാ. തദാരഭ്യ, അതായത് നാരദമുനി അങ്ങനെ പറഞ്ഞ അന്ന് തൊട്ട് മയാ എന്നാൽ സീത വിഷ്ണോഹോ ലക്ഷ്മി വിഭാവ്യതേ, വിഷ്ണുവിൻ്റെ ലക്ഷ്മിയായിട്ടാണ് അന്ന് തൊട്ട് ഞാൻ എൻ്റെ മകളായിട്ടുള്ള സീതയെ കാണുന്നത്. നാരദമുനി ഇത് വന്ന് പറഞ്ഞുല്ലോ, മഹാലക്ഷ്മിയുടെ അവതാരമാണ്, ശ്രീരാമൻ അവിടെ അവതരിച്ചിട്ടുണ്ട്, കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം ഞാൻ എൻ്റെ പുത്രിയെ മഹാലക്ഷ്മിയുടെ വിഷ്ണുവിനുള്ള മഹാലക്ഷ്മിയാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, ആ ഭാവത്തിലാണ് ഞാൻ കാണുന്നത്. ശുഭജാനകി, എല്ലാം കൊണ്ടും വളരെ ലക്ഷണയുക്തയായിട്ടുള്ള ഈ എൻ്റെ മകള് രാഘവായ കഥം ദീയതേ, ഞാൻ എങ്ങനെ ശ്രീരാമന് എൻ്റെ കുട്ടിയെ കൊടുക്കുക? അതിനൊരു വഴി വേണമല്ലോ. ഇതി ചിന്താസമാവിഷ്ട, ഇങ്ങനെ വളരെ ചിന്താവിഷ്ടനായിട്ട് ഏകം കാര്യം അചിന്തയം, അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വന്നു, ഒരു കാര്യം ചിന്തിച്ചു, ഒരു കാര്യം മനസ്സിൽ വന്നു ജനകൻ്റെ. എന്താ? മൽ പിതാമഹ ഗേഹേതു, എൻ്റെ പൂർവികന്മാരുടെ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ അച്ഛനാണല്ലോ, പിതാമഹൻ്റെ ഗൃഹത്തിൽ ഇതം ധനു ന്യാസഭൂതം, ഒരു വില്ലിരിപ്പുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലൊരു ആശയം വന്നത്. എൻ്റെ മുത്തശ്ശൻ്റെ ഗൃഹത്തിൽ ഒരു ധനുസ് ഇരിക്കുന്നുണ്ട്. എന്താണ്? ഇതം ധനു ന്യാസഭൂത പുരദാഹാദ് അനന്തരം, പണ്ട് ത്രിപുരം ദഹിപ്പിച്ചതിന് ശേഷം, ത്രിപുര ദഹനം കഴിഞ്ഞതിന് ശേഷം, നമ്മളിപ്പോൾ ഭാഗവതത്തിൽ അത് കണ്ടുല്ലോ, ത്രിപുര ദഹനം അല്ലേ. ശിവൻ ത്രിപുരങ്ങളെ ദഹിപ്പിച്ചിട്ട് വിഷ്ണു കൊടുത്ത ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ത്രിപുരങ്ങളെ ദഹിപ്പിച്ചിട്ട് എല്ലാ അസുരന്മാരെ കൊന്നൊക്കെ നമ്മൾ ഇപ്പം ഭാഗവതത്തിൽ ചെയ്തു. അപ്പോൾ എന്താ ഇതിൽ പറഞ്ഞാൽ, ശ്രീരാമൻ ശിവൻ ത്രിപുര ദഹനം കഴിഞ്ഞിട്ട് അസുരന്മാരെ നശിപ്പിക്കാനായിട്ട് ത്രിപുര ദഹനം, അതായത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പുകൊണ്ടുള്ള 3 രാജധാനികളെ, അതിൽ നിറച്ച അസുരന്മാരെയും
ഒരു വില്ലുകൊണ്ട് ഒരു വില്ല് ശരിക്കും മഹാവിഷ്ണു കൊടുത്ത വില്ലാണ് ശിവന്. ആ വില്ല് കൊണ്ട് അമ്പ് കൊലച്ച് ആ 3 ത്രിപുരങ്ങളെ 3 പിന്നെ രാജധാനികളെ നശിപ്പിച്ചില്ലേ, അതാണ് പണ്ട് പുരം ദഹിപ്പിച്ചതിന് ശേഷം. അങ്ങനെ ഈ വില്ലുപയോഗിച്ചിട്ട് ത്രിപുരദഹനം കഴിഞ്ഞതിന് ശേഷം ഈശ്വരേണ ക്ഷിപ്തം ശിവൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് എൻ്റെ പിതാമഹൻ്റെ ഗൃഹത്തിൽ. സീത അപ്പം എനിക്ക് തോന്നി അത് മഹാവിഷ്ണു കൊടുത്ത ശിവന്. ആ വില്ല് മഹാവിഷ്ണുവിനോ മഹാവിഷ്ണുവിൻ്റെ ശക്തിയോടുകൂടി അവതരിച്ച ഏതെങ്കിലും അവതാരങ്ങൾക്കോ അല്ലാതെ ആ വില്ല് കൊലയ്ക്കാനും ഒടിക്കാനും പറ്റില്ല. കാരണം മഹാവിഷ്ണുവാണ് ശിവന് കൊടുത്തത്. ശിവൻ എന്നിട്ട് ആ വില്ല് ഉപയോഗിച്ചിട്ടാണ് ത്രിപുരദഹനം നടത്തിയത്. അപ്പോൾ ആ വില്ല് തന്നെയാണ് എൻ്റെ പിതാമഹൻ്റെ ഗൃഹത്തിലുള്ളത്. അപ്പോൾ എനിക്കൊരു ആശയം തോന്നി. അപ്പോൾ എന്ത് വിചാരിച്ചു, സീതാ പാണിഗ്രഹാർത്ഥായ, സീതയുടെ പാണിഗ്രഹണമാകുന്ന ആവശ്യത്തിനായിട്ട് സർവേഷാം മാനനാശനം ഏതധനു, എല്ലാവരുടെ അഹങ്കാരത്തിന് മഹാവിഷ്ണു ഒഴിച്ച് ആർക്കത് വില്ല് കുലച്ച് ഒടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി അത് സീതയെ വിവാഹം കഴിക്കാൻ വേണ്ടി വില്ല് കുലച്ച് ഒടിക്കാൻ വേണ്ടി വരുന്ന എല്ലാ രാജാക്കന്മാരുടെയും അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഉറപ്പാണ്. അവർക്കൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെയും അഭിമാനത്തെ നശിപ്പിക്കുന്നതുമായ ആ ധനുസിനെ പണം കാര്യം അതിനെ പന്തയ ആയിട്ട് വയ്ക്കാം, പന്തയത്തിൻ്റെ പണമായിട്ട് ബെറ്റായിട്ട് വയ്ക്കാമെന്ന് തീർച്ചയാക്കിയിട്ട് തഥാകൃതം ആ വിധം ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ആരാണ് ഈ വില്ല് കുലയ്ക്കണ ആളെച്ചാൽ ആ ആളൊക്കെ എൻ്റെ മകളെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം എനിക്കറിയായിരുന്നു മഹാവിഷ്ണു ശിവന് കൊടുത്ത വില്ല് ത്രിപുരദഹനം കഴിഞ്ഞ് ശിവൻ തന്നെ കൊണ്ടുവച്ചതാണ്. ഇത് വേറൊരാളൊക്കെ വലിച്ച് പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു അങ്ങനൊരു പന്തയം വെച്ചത്. അത് വലിച്ച് പൊട്ടിക്കുന്ന ആൾക്ക് മാത്രമേ എൻ്റെ മകളെ കൊടുക്കുള്ളൂ, വിവാഹം ചെയ്ത് നൽകുള്ളൂ എന്നുള്ള ഒരു പന്തയം വയ്ക്കാൻ കാരണം അതാണ്. എനിക്ക് അങ്ങനൊരു ഐഡിയ കിട്ടി. ഹേ മുനിപുങ്കവ ത്വത് പ്രസാദാത്, ഹേ മുനിശ്രേഷ്ഠ വിശ്വാമിത്രനോടും വസിഷ്ഠനോടാണ് പറയണതേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് രാജീവലോചന രാമ, ഇപ്പതാ രാജീവനേത്രനായിട്ടുള്ള രാമൻ ധനു ദ്രഷ്ടും അത്ര ആഗത, ഇതാ വില്ല് കാണാനായിട്ട് വന്നു അങ്ങയുടെ കൂടെ. വിശ്വാമിത്രനോട് പറയാണ് വന്നു. മേ മനോരഥ ഫലിത, അങ്ങനെ എൻ്റെ ആഗ്രഹം സഫലീകൃതമായി. ഹേ രാമ സീതയാ സഹ ഏകാസനസ്ഥം ത്വം പശ്യാമി, നിങ്ങൾ രണ്ടാളും കൂടി ഒരേ സിംഹാസനത്തിൽ ഇരിക്കണത് എനിക്കിപ്പോൾ കാണാറായി. അങ്ങ് വില്ല് കൊലച്ചു, സീതയെ ഞാൻ നൽകി, നിങ്ങൾ രണ്ടാളും കൂടി ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കണത് കാണാൻ എനിക്ക് കാണാറായി ഇന്നിപ്പോൾ. അപ്പം ഞാൻ കാണുന്നു എൻ്റെ മുമ്പിൽ അങ്ങ് സീതയോട് കൂടി സിംഹാസനത്തിൽ ഇരിക്കണത്. ആദ്യമേ ജന്മസഫലം, ഇപ്പം എൻ്റെ ജന്മം തന്നെ സഫലമായി. അതാണ് പറഞ്ഞത്. അതായത് എന്താ പറഞ്ഞറിയോ, നാരദൻ അന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മഹാലക്ഷ്മിയാണ് എൻ്റെ മകളെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ കുട്ടിയെ വിഷ്ണുവിന് വേണ്ടിയിട്ട് അവതരിച്ച മഹാലക്ഷ്മി എന്ന നിലയ്ക്ക് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലൊരു വിചാരം വലുതായി തുടങ്ങിയപ്പോൾ മനസ്സിലൊരു ശുഷ്കാന്തിയായി. എങ്ങനെ ഞാൻ രാമനെ കണ്ടുപിടിച്ച് ഈ കുട്ടിയെ നൽകും? അതിനു മുമ്പ് വേറെ വല്ലവരും വന്ന് വിവാഹം കഴിച്ച് കൊണ്ടുപോയാലോ, എന്ത് ചെയ്യും എന്നുള്ള വിചാരത്തിൽ ഒരു ഇരിക്കുമ്പോഴാണ് ഒരു നല്ല ആശയം തോന്നിയത്. എന്താ വെച്ചാൽ ത്രിപുരദഹനം കഴിഞ്ഞിട്ട് മഹാവിഷ്ണുവിനെ ശിവന് കൊടുത്ത വില്ല് ഉപയോഗിച്ച് ത്രിപുരദഹനം കഴിഞ്ഞതിന് ശേഷം ആ വില്ല്, മഹാവിഷ്ണുവിൻ്റെ വില്ല് ശിവനാണ് ഉപയോഗിച്ചത് മാത്രം, ആ വില്ല് എൻ്റെ പിതാമഹൻ്റെ ഗൃഹത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തീർച്ചയാക്കി ആ വില്ല് മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിനോ അല്ലാണ്ട് കൊലച്ച് ഒടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനൊരു പന്തയം അല്ലെങ്കിൽ ബെറ്റ് വയ്ക്കാമെന്ന് തീർച്ചയാക്കി. ഈ വില്ല് വലിച്ച് ഒടിക്കുന്ന ആൾക്ക് മാത്രമേ എൻ്റെ മകളെ വിവാഹം കഴിക്കൂന്ന്. അത് കാരണം അനവധി രാജാക്കന്മാർ വന്നു, ശ്രമിച്ചു, ഒന്നും പറ്റിയില്ല. അവരുടെ അഹങ്കാരം തീരുകയും ചെയ്തു. അതോടെ
പറ്റാഞ്ഞിട്ട് അവർക്ക് അവമാനമായിട്ട് പോയി. അങ്ങനെ അവരുടെ ദുരഭിമാനം കുറേ രാജാക്കന്മാരുടെ കളയാൻ പറ്റി എനിക്കെന്ന് മാത്രമല്ല, അവസാനം എന്താഹേ വിശ്വാമിത്ര മുനി അങ്ങ് ശ്രീരാമനെ ദേവനെയും കൊണ്ട് അവിടെ വന്നു, വില്ല് കാണണമെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തു. അദ്ദേഹം നിഷ്പ്രയാസം എടുത്ത് വലിച്ചു, കുലച്ചു, ഒടിച്ചു. എന്നിട്ടിതാ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് നൽകി. രണ്ടാളും കൂടി ഇതാ എൻ്റെ മുമ്പിൽ ഒരേ സിംഹാസനത്തിൽ ഇരുന്ന് അരുളുന്നു. അതെനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ ജന്മം സഫലീകൃതമായി എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. തദാരഭ്യമയാ സീതാ വിഷ്ണോർലക്ഷ്മീർവിഭാവ്യതേ കഥം മയാ രാഘവായ ദീയതേ ജാനകീ ശുഭ. ഈ സർവലക്ഷണ യുക്തമായിട്ടുള്ള മകളെ എങ്ങനെ ഞാൻ രാമന് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഇത് ചിന്താസമാവിഷ്ട കാര്യമേകമചിന്തയം മത്പിതാമഹഗേ ഹേതു ന്യാസഭൂതമിദം ധനു ഈശ്വരേണ പുരാക്ഷിപ്തം പുരദാഹാദ് അനന്തരം ധനുരേതൽപ്പണം കാര്യം ഇതി ചിന്ത്യകൃതം തഥാ. അങ്ങനൊരു നല്ല ഐഡിയ വന്നു. സീതാപാണിഗ്രഹണാർത്ഥായ സർവേഷാം മാനനാശനം, എല്ലാവരുടെ അഭിമാനത്തിനെയും ദുരഭിമാനത്തിനെ കളയാനും പറ്റി. ത്വൽപ്രസാദാൻ മുനിശ്രേഷ്ഠ രാമോ രാജീവലോചന ആഗതോത്ര ധനുർദ്രഷ്ടും ഫലിതോ മേ മനോരഥ. എൻ്റെ മനോരഥം ഫലിച്ചു. അദ്യമേ സഫലം ജന്മ രാമസ്ത്വം സഹസീതയാ. എന്നിട്ടോ ദാ ഇപ്പം ഈ സിംഹാസനത്തിൽ ഇരിക്കണു. പശ്യാമി എന്തുപോലെ ഭ്രാജമാനം രവിം യഥാ, ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ പ്രകാശത്തോടു കൂടി ഇതാ ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കണു എന്ന് പറഞ്ഞു. ഇനി 73 74 ചെയ്യാം. ത്വൽപാദാംബുധരോ ബ്രഹ്മ സൃഷ്ടിചക്രപ്രവർത്തക ബലിസ്ത്വത്പാദസലിലം ധൃത്വാ ഭൂത് ദിവിജാധിപ. 74. ത്വത്പാദപാംസു സ്പർശാദഹല്യാ ഭർതൃശാപത സദ്യ ഏവ വിനിർമുക്ത കോന്യസ്തത്വോധിരക്ഷിതാഃ. ബ്രഹ്മ ത്വൽപാദാംബുധര, ബ്രഹ്മാവ് അങ്ങയുടെ കാല് കഴുകിയ വെള്ളം തളിച്ചിട്ടാണ് സൃഷ്ടിചക്രപ്രവർത്തക. സൃഷ്ടിക്ക് ഇങ്ങനെ സൃഷ്ടി നടത്താൻ ഉള്ള കഴിവുള്ള ആളായിട്ട് ഇങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഭഗവാന്റെ വാമനായിട്ട് നിന്നപ്പോഴേ ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലെത്തി. കാല് അത്ര വലുതായില്ലോ വാമനായി നിന്നപ്പോൾ. അപ്പോൾ ബ്രഹ്മാവ് കാല് കഴുകിച്ചു. എന്നിട്ട് ആ വെള്ളം ആണ് ആകാശഗംഗ. പിന്നെ ശിവൻ തലയിൽ ഏറ്റി ഭാഗീരഥിയായിട്ട് വന്നുല്ലോ. ആ ഗംഗ എന്താണ് അവനവൻ്റെ കമണ്ടലത്തെ വെള്ളം കൊണ്ട് ബ്രഹ്മലോകത്തിലെത്തിയ കാലിനെ കഴുകിച്ചു ത്രിവിക്രമൻ്റെ, അതായത് വാമനൻ്റെ. ആ വെള്ളം തൻ്റെ തലയിൽ തളിച്ചിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ ബലിഹി ത്വൽപാദസലിലം ധൃത്വ, ബലിയാണെങ്കിൽ മഹാബലിയാണെങ്കിൽ അങ്ങയുടെ പാദതീർത്ഥം, പാദം കഴുകിച്ചിട്ട് ആ തീർത്ഥം ധരിച്ചിട്ട് പിന്നെന്തായി ദിവിജാധിപ അഭൂത്, പിന്നത്തെ കൽപ്പത്തിലെ ദേവേന്ദ്രനായി. അപ്പോൾ ബലിയുടെ ഒരു അങ്ങയുടെ പാദം ജലത്തിൻ്റെയും പാദധൂളിയുടെയൊക്കെ ഒരു ശക്തി എന്താണ്? ബ്രഹ്മാവ് സൃഷ്ടി നടത്തണു, അങ്ങയുടെ പാദം ജലം മേൽ തീർത്ഥമായി തളിച്ചതിന് ശേഷം മഹാബലിയാണെങ്കിൽ അങ്ങയുടെ കാല് കഴുകിച്ച് ആ വെള്ളം തലയിൽ തളിച്ചപ്പോൾ പിന്നത്തെ കൽപ്പത്തെ ദേവേന്ദ്രനായിത്തീർന്നു. പിന്നെയോ ത്വത്പാദപാംസു സംസ്പർശാത്, അങ്ങയുടെ പാദത്തിലത്തെ പൊടി, പാദധൂളിയുടെ സ്പർശം കാരണം അഹല്യ ഭർതൃശാപത സദ്യ ഏവ നിർമുക്ത, അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടി. അങ്ങയുടെ പാദധൂളി ആ കല്ലായി നിൽക്കണ അഹല്യയുടെ മേലെ 2 പൊടി, കാലുമ്പലത്തെ പൊടി തട്ടിയുള്ളൂ. അഹല്യയ്ക്ക് പൂർണ്ണമായിട്ടും ശാപമുക്തി ലഭിച്ചു. ത്വത്തഹ അധിരക്ഷിത അന്യഹാക്ക, അങ്ങേക്കാൾ രക്ഷിതാവായിട്ട് ഇനി ആരാളുള്ളതാണ്?
3 കാര്യം പറഞ്ഞു. ജനകനാണ് പറഞ്ഞട്ടോ, സ്വന്തം സണ്ണില്ലോ തൻ്റെ ജാമാതാവായിട്ടുള്ള രാമനെ അത്ര ബഹുമാനായിട്ടാണ്, ഈശ്വരനായിട്ട് തന്നെ കണ്ടിട്ട് പറയുകയാണ്. അതായത് അങ്ങേപ്പോലെ എല്ലാവരെയും രക്ഷിക്കാൻ ഇത്ര ഒരു രക്ഷിതാവായിട്ട്, അങ്ങേപ്പോലെ രക്ഷിതാവ് വേറെ ഇല്ല. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് അങ്ങയുടെ പാദജലം തളിച്ചിട്ടാണ്. മഹാബലി അങ്ങയുടെ പാദജലം തീർത്ഥം തളിച്ചിട്ടാണ് പിന്നത്തെ കൽപ്പത്തിൽ ദേവേന്ദ്രനായി തീർന്നത്. അങ്ങയുടെ പാദത്തിലത്തെ ചെറിയ 2 ധൂളികൾ ആ പൊടി മേല് ആയപ്പോഴാണ്, ആ കല്ലുമ്പിലായപ്പോഴാണ് അഹല്യ ശാപത്തിൽ നിന്നും മുക്തയായത്. അപ്പോൾ ഇതിലും വലിയൊരു രക്ഷാധിപതി വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ജനകൻ അത്ര ബഹുമാനായിട്ട്. ത്വൽപാദാംബുധരോ ബ്രഹ്മ സൃഷ്ടിചക്രപ്രവർത്തക ബലിസ്ത്വത്പാദസലിലം ധൃത്വാ ഭൂതിവിജാധിപ ത്വത്പാദപാംസു സംസ്പർശാദഹല്യ ഭർതൃശാപത സദ്യ ഏവ വിനിർമുക്ത കോന്യസ്ത്വത്തോധിരക്ഷിത. ഇതിലും വലിയ രക്ഷിതാവായിട്ട് ആരാളുള്ളത്? ഇനി 75. യത്പാദ പങ്കജ പരാഗ സുരാഗയോഗി വൃന്ദൈർജിതം ഭവഭയം ജിതകാലചക്രൈഃ യന്നാമ കീർത്തന പരാജിതം ദുഃഖശോക ദേവാസ്തമേവ ശരണം സതതം പ്രപദ്യേ. യത്പാദ പങ്കജ രാഗ സുരാഗ യോഗിവൃന്ദൈഹി. അതായത് ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദത്തിലത്തെ ധൂളിയിൽ വളരെ അധികം ഔത്സുക്യമുള്ള യോഗികൾ, അങ്ങനത്തെ യോഗീശ്വരന്മാർ, അതായത് അങ്ങയുടെ പാദങ്ങളെ എപ്പോഴും സ്മരിക്കുന്നത്, അങ്ങയുടെ പാദധൂളികൾ ഇൻട്രസ്റ്റ് ഉള്ളവരെന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. അങ്ങയുടെ പാദത്തിനെ എപ്പോഴും സ്മരിക്കുന്ന യോഗീശ്വരന്മാർ ജിതകാലചക്രൈഹി, അതായത് അവർ ജനനമരണചക്രത്തിൽ നിന്നും മുക്തരാകുന്നു, ജയിക്കുന്നു. അതിനെ അങ്ങയുടെ പാദധൂളിയെ ആരാധിക്കുന്ന യോഗീശ്വരന്മാർ അതിൻ്റെ ശക്തി കൊണ്ട്, അങ്ങയുടെ പാദധൂളിയുടെ ശക്തി കൊണ്ട് ഈ ജനനമരണ ചക്രത്തെ ജയിക്കുന്നു. ഭവഭയം ജിതം, സംസാര ഭയവും, അവർക്ക് ഈ സംസാരത്തിനുള്ള ഭയവും അവർ അതിനെ ജയിക്കുന്നുണ്ട്. ദേവാഹ, ദേവന്മാർ, അതായത് സംസാരം, ദേവന്മാർ അങ്ങയുടെ, എങ്ങനെ ദേവന്മാർ സംസാര ഭയം ജയിക്കണത്? എന്നാമ കീർത്തന പരാജിത ദുഃഖശോക, ആരുടെ നാമം കീർത്തിച്ചാലാണോ ദുഃഖത്തിനും ശോകത്തിനും ശമനം വരുന്നത്? തമ്യേവ, അവനെ തന്നെ സതതം ശരണം പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന്. നോക്കൂ, ജനകൻ ശ്രീരാമനെ ഭഗവാനായി കണ്ട് ശരണാഗതി അടഞ്ഞു ഈ ശ്ലോകത്തിൽ. അതായത് യോഗികൾ ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദ ധൂളിയിൽ അങ്ങേയറ്റം ഔത്സുക്യത്തോടു കൂടിയിട്ട് ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ജനനമരണം നൽകുന്ന ഈ സംസാരത്തിൻ്റെ ഭീതി ഇല്ലാത്തവരായിട്ട് ഇരിക്കുന്നുവോ യോഗീശ്വരന്മാർ? ഏതൊരു ഭഗവാന്റെ നാമങ്ങളെ കീർത്തിച്ചും കൊണ്ടാണോ ദേവന്മാർക്ക് അവർ അമരന്മാരായി തീർന്നത്? ആദിവ്യാധികളൊന്നും ദുഃഖശോകം എന്ന് പറഞ്ഞില്ലേ, ഏത് ഭഗവാന്റെ നാമം ഉച്ചരിച്ചിട്ടാണോ ദേവന്മാരെ ആദിവ്യാധികളില്ലാത്തവരായി ഭവിച്ചിരിക്കുന്നത്, ആ പരമാത്മാവായ ആ ദേവനെ ഞാനിതാ ശരണാഗതി പ്രാപിക്കുന്നു എന്ന്. ഞാൻ അങ്ങയുടെ കാൽക്കലിതാ ശരണാഗതി അടയണു എന്നാണ് ജനകൻ പറഞ്ഞത്. സ്വന്തം ജാമാതാവാണ്, സണ്ണില്ലാണ് കേട്ടോ. യത്പാദ പങ്കജ പരാഗ സുരാഗ യോഗി വൃന്ദൈർജിതം ഭവഭയം ജിതകാലചക്രൈ എന്നാമ കീർത്തന പരാജിത ദുഃഖശോക ദേവാസ്തമേവ ശരണം സതതം പ്രപദ്യേ. ഇവിടെ നമുക്ക് ഈ കഥ എന്നുള്ളതിനെ കൂടുതൽ നമുക്ക് ശരിക്കും പറയാച്ച ഒരു കാര്യം എന്തെന്ന് മനസ്സിലാക്കാനും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ അവനവൻ്റെ സ്ഥിതി എന്തായാലും ജനകൻ ശരിക്കൊരു ജീവൻ മുക്തനാണ്. അദ്ദേഹത്തിന് ആത്മജ്ഞാനം എന്നേ ലഭിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാലും ഒരു രാജാവിന് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച ഈ ദേഹം വീഴുന്നത് വരെ അതിലിരിക്കണ ഒരു ജീവൻ മുക്തനാണ്. ആത്മജ്ഞാനം, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞ ഒരു ആത്മജ്ഞാനിയാണ് ജനകൻ. ആ ജനകനും മാത്രമല്ല വലിയൊരു രാജാവിൻ്റെ ചക്രവർത്തിയും. എന്നിട്ടും താൻ ആരാണെന്നൊക്കെ യാതൊരു
വിധത്തിലുള്ള അഹങ്കാരം ഇല്ലാതെ മഹത്വം കാണുമ്പോൾ, മഹാന്മാരെ കാണുമ്പോൾ വീണ് വീണ് നമസ്കരിക്കുകയാണ്. അതാണ് അത്ഭുതമാവുക നമുക്ക്, അല്ലേ? ജനകനെ പോലൊരു മഹാരാജാവ് ശ്രീരാമൻ്റെ മഹത്വം കണ്ടപ്പോൾ ഒരിക്കലും അതിനെ വന്ദിക്കാൻ മടിച്ചില്ല. ശരണാഗതി അടഞ്ഞു ഭഗവാന്റെ. ഞാൻ വലിയ ചക്രവർത്തിയാണ്, ഞാൻ ജ്ഞാനം ഒന്നുമല്ല, കംപ്ലീറ്റ്ലി ശരണാഗതി അടഞ്ഞു. എന്താ അല്ലേ ആ ഒരു വിനയം, ഏറ്റവും വിനയം കാണിക്കുന്ന അതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളത്. അതായത് ആരുടെ കയ്യിലും നമ്മളിപ്പോൾ സണ്ണിലാണ് വയ്യ എന്ന് വിചാരിച്ചില്ലല്ലോ, താഴാൻ വയ്യ എന്ന് വിചാരിച്ചില്ല. ആർക്കാണെങ്കിലും മാഹാത്മ്യം, യോഗ്യത കണ്ടാൽ നമ്മൾ അവരെ ആദരിക്കണം, വന്ദിക്കണം എന്ന് ആരിൽ കണ്ടാലും. അപ്പം നമ്മുടെ സ്റ്റാറ്റസോ ഒന്നും നോക്കല്ല വേണ്ടത്, ആരിൽ യോഗ്യത കണ്ടാലും അവരെ വന്ദിക്കണം എന്നും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി 76, 77, 78 ഒന്നിച്ചാണ്. ഇതി സ്തുത്വാ നൃപ പ്രാദാദ്രാഘവായ മഹാത്മനെ ദീനാരാണാം കോടിശതം രഥാനാമയുതം തദാ അശ്വാനാം നിയുതം പ്രാദാത് ഗജാനാം ഷട്ശതം തദാ പത്തീനാം ലക്ഷമേകം ദുദാസീനാം 300 ദദൗ ദിവ്യാംബരാണി ഹാരാംശ്ച മുക്താരത്നമയോജ്വലൻ സീതായൈ ജനകത് പ്രാദാത് പ്രീത്യാ ദുഹിതൃവത്സല. അതോ ഇതീ സ്തുത്വ, ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചിട്ട് നൃപ രാജാവ് മഹാത്മനെ രാഘവനായിക്കൊണ്ട് ദീനാരാണാം 100 കോടി രഥാനാം അയുധം, 100 കോടി ദീനാരങ്ങളും, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, മകളെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കണം തോന്നൂലോ, സ്ത്രീധനം പോലെ എന്ന് പറയാം. 10,000 രഥങ്ങളും അശ്വാനാം നിയുതം അശ്വങ്ങളും ഗജാനാം 600 ആനകളും 100 കോടി ദീനാരങ്ങളും 10,000 രഥവും അശ്വവും കൊടുത്തു. പിന്നെ ആനകൾ 600 ആനകൾ, പത്തീനാം 1,00,000 1,00,000 കാലാള്, ദാസീനാം 300 ദാസികള് ദദൗ ദാനം ചെയ്തു. പൂമ്പ കൊണ്ടുപോവാൻ. ദിവ്യാംബരാണി ദിവ്യമായ വസ്ത്രങ്ങൾ, മുക്താരത്ന മയോജ്വലാൻ ഹാരാൻ നല്ല രത്നങ്ങൾ പതിച്ച മാലകൾ, പിന്നെയോ ദുഹിതവത്സല ജനക പുത്രിയിൽ അങ്ങേയറ്റം വാത്സല്യമുള്ള ജനകൻ പ്രീത്യ സീതായൈ പ്രാദാത് വളരെ സന്തോഷത്തോടു കൂടി ഇതൊക്കെ സീതയ്ക്ക് കൊടുത്തു എന്ന്. വിവാഹം കഴിഞ്ഞ് പോവല്ലേ, അപ്പോൾ വലിയ രാജാവല്ലേ, അപ്പോൾ അനവധി പൈസയും നാണയങ്ങളും 10,000 തേരും 10,00,000 കുതിരകളും 600 ആനകളും 1,00,000 കാലാൾപ്പടയും 300 ദാസികളെയൊക്കെ കൊടുത്തു. പിന്നെ പുറമെ നല്ല നല്ല വസ്ത്രങ്ങളും മുത്തുമാലകളും രത്നമാലകളും ഒക്കെ പുത്രിയിൽ അങ്ങേയറ്റം വാത്സല്യമുള്ള ജനക മഹാരാജാവ് വളരെ സന്തോഷത്തോടുകൂടി ആർക്ക് കൊടുത്തു? സീതയ്ക്ക് കൊടുത്തു. നമുക്ക് ഈ ഒരു സർഗം മുഴുവനേക്കാം. വസിഷ്ഠാദീൻ സുസംപൂജ്യ ഭരതം ലക്ഷ്മണം തഥാ പൂജയിത്വാ യഥാന്യായം തഥാ ദശരഥം നൃപം. അപ്പോൾ പ്രസ്ഥാപയാമാസ നൃപോ രാജാനം രഘുസത്തമം. വസിഷ്ഠൻ മുതലായവരെയും ഭരതം തഥാ ലക്ഷ്മണം, ഭരതനെയും ലക്ഷ്മണനെയും സുസംപൂജ്യ, അതായത് ദശരഥൻ്റെ കൂടെ വന്ന വസിഷ്ഠൻ മുതലായിട്ടുള്ളവരെയും പിന്നെ ഭരതലക്ഷ്മണന്മാരെയൊക്കെ നല്ലോണം പൂജിച്ച് ദശരഥം നൃപം, ദശരഥ രാജാവിനെയും വേണ്ട പോലെ പൂജിച്ചിട്ട് നൃപ രാജാവ് രഘുസത്തമം രാജാനം, രഘുശ്രേഷ്ഠനായ രാജാവിനെ പ്രസ്ഥാപയാമാസ പ്രസ്ഥാനം ചെയ്യിച്ചു. എന്താ പറഞ്ഞാൽ വസിഷ്ഠനും വിശ്വാമിത്രനും അവരെയൊക്കെ നല്ലോണം വേണ്ട പോലെ വന്ദിച്ച് ഭരതൻ ശത്രുഘ്നൻ മുതലായവരെയും ദശരഥ മഹാരാജാവിനെയും ഒക്കെ വേണ്ട അതാത് നിലയ്ക്ക് സൽക്കരിച്ചതിന് ശേഷം ജനകരാജാവ് ദശരഥനെ യാത്ര അയക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി തിരിച്ചു പോകണമല്ലോ. അതിന് വസിഷ്ഠാദീൻ സുസംപൂജ്യ ഭരതം ലക്ഷ്മണം തഥാ പൂജയിത്വാ യഥാന്യായം തഥാ ദശരഥം നൃപം പ്രസ്ഥാപയാമാസ നൃപോ രാജാനം രഘുസത്തമം. 81 സീതാമാലിംഗ്യ രുദതിം
മാതര സാശ്രുലോചന ശുശ്രൂഷണപരാ നിത്യം രാമമനുവ്രത പാതിവ്രത്യമുപാലംബ്യ തിഷ്ഠവത്സേ യഥാസുഖം. അമ്മ അനുഗ്രഹിച്ച് അയക്കുകയാണ്. രുദതിയും സീതാം. അപ്പം കരയാണ് സീത. അവനവൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ ആദ്യമായിട്ട് വിട്ടു പോവാണല്ലോ, ദുഃഖം ഉണ്ടാവുമല്ലോ. അങ്ങനെ കരയുന്ന സീതയെ സാശ്രുലോചനാഹ മാതര, അവനവനും കരയുണ്ട അമ്മയ്ക്കും കരച്ചിൽ വരുന്നുണ്ട്. സ്വന്തം കണ്ണീര് ഒഴുക്കിക്കൊണ്ട് അമ്മ ആലിംഗനം ചെയ്തിട്ട് വത്സേ ഹേ കുട്ടി ശുശ്രൂഷണപര, ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ നീ നല്ലോണം ശുശ്രൂഷിക്കാൻ നിനക്ക് നല്ല താല്പര്യം ഉണ്ടാവണം. നിത്യം രാമം അനുവൃത, എപ്പോഴും നീ രാമനെ അനുഗമിക്കണം എന്ന് അനുഗമിക്കുന്നവളായിട്ട് പാതിവ്രത്യം ഉപാലംബ്യ, നല്ല പതിവ്രതയായിക്കൊണ്ട് ജീവിച്ച് യഥാസുഖം തിഷ്ഠ, നീ സുഖമാകും വണ്ണം ജീവിച്ചാൽ എന്ന് പറഞ്ഞ അമ്മ അനുഗ്രഹിച്ച് അയക്കുകയാണ്. അതായത് അച്ഛൻ്റെ ഗൃഹത്തിൽ നിന്ന് പോകുമ്പോൾ പുറപ്പെട്ടപ്പോൾ അച്ഛനെയും അമ്മയും വിട്ടു പോകുമ്പോൾ ദുഃഖം കൊണ്ട് കരയുകയാണ് സീത. അപ്പം അമ്മമാർക്കും കരച്ചിൽ വന്നു. അപ്പം അവരും കരഞ്ഞുകൊണ്ട് തന്നെ സീതയെ ആലിംഗനം ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചു. ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാർ നീ വേണ്ട പോലെ ശുശ്രൂഷിക്കണേൽ നല്ല താല്പര്യം കാണിക്കണം. പിന്നെ രാമനെ ഒരു കാലത്തും പിരിയാതെ നല്ല പാതിവ്രത്യധർമ്മം കൈക്കൊണ്ട് നീ സുഖമായി എന്നും ജീവിക്കൂ, നിനക്ക് മംഗളം വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതാണ് സീതാമാലിംഗ്യ രുദതീം മാതര സാശ്രുലോചന ശുശ്രൂഷണപരാ നിത്യം രാമമനുവ്രത പാതിവ്രത്യമുപാലംബ്യ തിഷ്ഠവത്സേ യഥാസുഖം. ഞാൻ അവസാനത്തെ ശ്ലോകം ഈ സർഗത്തിലത്തെ. പ്രയാണകാലേ രഘുനന്ദനസ്യ ഭേരീമൃദംഗാനകതൂര്യഘോഷ സ്വർവാസി ഭേരി ഘന തൂര്യശബ്ദൈ സമ്മൂർച്ഛിതോ ഭൂതഭയം കരോഭൂത്. രഘുനന്ദനസ്യ മീൻസ് രാമൻ്റെ പ്രയാണകാലേ, യാത്രയുടെ സമയത്ത്, ഭേരി മൃദംഗാനകതൂര്യഘോഷ, ഭേരി മൃദംഗം ദുന്ദുഭി മുതലായ വാദ്യങ്ങളുടെ ശബ്ദം, സ്വർവാസി ഭേരി ഘന തൂര്യശബ്ദഹി സമ്മൂർച്ഛിത, സ്വർഗവാസികൾക്ക് അതിലേറെ സന്തോഷം. സ്വർഗത്തിൽ ജ്വസിക്കണവരെ അവരുടെ പെരുമ്പറ മുഴക്കലും ആ ശബ്ദങ്ങളാൽ കൂടിച്ചേർന്ന്, അതായത് ജനകൻ്റെ അവിടെയും ഈ മൃദംഗവും ഇതൊക്കെ ചെണ്ടയും ഒക്കെ മുഴക്കുന്നുണ്ട്. ഈ ജനകൻ്റെ രാജധാനിയിൽ ഇവർ പോവാറാകുമ്പോഴേ മംഗളയായിട്ട് യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ ദേവന്മാരവിടെ പെരുമ്പറം മുഴക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ശരിക്കും ഒരുമിച്ച് ചേർന്നു രണ്ട് ശബ്ദവും. ഭൂതഭയങ്കര പ്രാണിവർഗത്തിന് തന്നെ ഭയം നേരിച്ചു, അത്ര വലിയ ശബ്ദം. ദേവന്മാരുടെ പെരുമ്പറയും ഭൂമിയിലത്തെ. അതായത് ഈ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ദശരഥനോടും അമ്മമാരോടും കൂടി വസിഷ്ഠനോടും എല്ലാവരോടും കൂടി തിരിച്ച് അയോധ്യയിലേക്ക് പോവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ജനകരാജാവ് കേമായിട്ടുള്ള ഭേരി മൃദംഗം ദുന്ദുഭി അങ്ങനത്തെ വാദ്യഘോഷങ്ങളൊക്കെ ജനക മഹാരാജാവ് പറഞ്ഞിട്ട് അവിടെ ആൾക്കാർ പെരുമ്പറ മുഴക്കി. അതേസമയം സ്വർഗവാസികൾ അങ്ങനെ മുഴക്കിയിട്ട് രണ്ട് ശബ്ദവും കൂടി ചേർന്നപ്പോൾ പ്രാണികൾക്കൊക്കെ, ബാക്കി മൃഗപക്ഷികൾക്കൊക്കെ എന്താ അത്ര ശബ്ദം, അവർ പേടിച്ചു എന്ന്. അങ്ങനെ ശ്രീരാമനെ വളരെ സന്തോഷമായിട്ട് അയച്ചു ഇവർ. അതാണ് അത് പറഞ്ഞ് നമുക്കിവിടെ നിർത്താൻ തോന്നുന്നു. അതെ, പ്രയാണകാലേ രഘുനന്ദനസ്യ ഭേരീമൃദംഗാനകതൂര്യഘോഷ സ്വർവാസി ഭേരീഘനതൂര്യശബ്ദൈ സമ്മൂർച്ഛിതോ ഭൂതഭയങ്കരോ ഭൂത്. ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡേ ജാനകീ പരിണയനം നാമ ഷഷ്ഠസർഗഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.